സാർ, ഈ ദൃശ്യങ്ങൾ വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. അതിക്രൂരമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുവാൻ കഴിഞ്ഞത്. കാരണം ഒരു വിദ്യാർത്ഥിയുടെ കൈകൾ കട്ടിലിൽ കെട്ടിയിട്ട് ഡിവൈഡറും കോമ്പസും ഉപയോഗിച്ച് കുത്തി പരിക്കേൽപ്പിക്കുന്ന വീഡിയോ ആണ് ഞാൻ കണ്ടത്. വളരെ വേദന തോന്നി. മൃഗീയമായ പീഡനമാണ് അവിടെ നടന്നിരിക്കുന്നത്. ഒരു ആ മുറിവിൽ നിന്ന് ചോര പൊടിക്കാതിരിക്കുവാൻ വേണ്ടി അവർ ലോഷൻ പുരട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ കുട്ടി കിടന്ന് ബഹളം വെക്കുമ്പോൾ വായിലും ലോഷൻ ഷാമ്പു ഒഴിക്കുന്നുണ്ട്. ഇത് റാഗിംഗ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇത് മൃഗീയമായ പീഡനം, ഇത് ഭീകരമായ പീഡനം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിലൊക്കെ നമ്മളെ ചിന്തിപ്പിക്കേണ്ടത്, തൊട്ടടുത്ത റൂമിൽ വാർഡൻ താമസിച്ചിട്ടും എന്തുകൊണ്ട് ഇത്രയും ഡിസംബർ 13-ാം തീയതി നടന്ന ഈ സംഭവം വാർഡൻ അറിഞ്ഞില്ല എന്നത് അത് വലിയ ഒരു വിഷയം തന്നെയാണ്. ഒരു വാർഡന്റെ ചുമതലയാണ് ഹോസ്റ്റലിൽ താമസിക്കുന്ന ഓരോ കുട്ടികളുടെയും സംരക്ഷണം. ഈ സംരക്ഷണം എന്തുകൊണ്ട് വാർഡൻ ഏറ്റെടുത്തില്ല? വാർഡന്റെ പണി എന്താണ്? വാർഡൻ അവിടെ ഉണ്ടായിരുന്നോ? ഇതെല്ലാം അവിടെ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെയും ഇത്രയും സ്ട്രിക്റ്റ് ആയിരുന്ന കോളേജ് എന്നാ പറയുന്നത്. ഇത്തരത്തിൽ കർശന നടപടി ഉള്ള കോളേജ്, ഇത്രയും കർശന നിയമങ്ങൾ ഉള്ള കോളേജ്, അതിന്റെ എല്ലാ മുക്കിലും മൂലയിലും ഇവിടെ റാഗിങ് നടക്കത്തില്ല എന്ന് സ്റ്റിക്കർ ഒട്ടിച്ച് നോട്ടീസ് ഒട്ടിച്ച് വെച്ചിരിക്കുന്ന കോളേജ്. ഈ കോളേജ് കുട്ടികൾ, അവരുടെ സീനിയേഴ്സ്, ജ്യേഷ്ഠന്മാർ, അനുജന്മാരെ, അവരുടെ മനുഷ്യജീവനെ കുത്തി പരിക്കേൽപ്പിക്കുന്നത് അതും കണ്ട് രസിക്കുന്ന ഇവരുടെ മനോഭാവം, അത് നമ്മൾ വളരെ വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ ഗവൺമെന്റ് നേഴ്സിംഗ് കോളേജിൽ പഠിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അടുത്ത വർഷം പുറത്തിറങ്ങാൻ പോകുന്ന ഈ കുട്ടികൾ, ഇത് ശരിക്കും ക്യാമ്പസിലെ ഒരു വലിയ വിലാപമായി തന്നെ മാറിയിരിക്കുകയാണ്. നഗ്നനാക്കി ജിമ്മിൽ ഉപയോഗിക്കുന്ന ഡമ്പലൊക്കെ ഉപയോഗിച്ച് സ്വകാര്യ ഭാഗത്ത് മൃഗീയമായി പീഡിപ്പിക്കുന്ന ഇതുപോലുള്ള ക്രൂരകൃത്യങ്ങൾ കേരളത്തിലെ മറ്റു കോളേജുകളിൽ നടക്കുന്നുണ്ടോ എന്നുകൂടി നാം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിൽ ഇനിയും ഓരോ കോളേജുകളിലും ശക്തമായ, എല്ലായിടത്തും ആന്റി റാഗിംഗ് സെല്ലുണ്ടെന്ന് പറയുന്നു, പക്ഷേ ശക്തമായ ആന്റി റാഗിംഗ് കമ്മിറ്റി വേണം. അതിനകത്ത് ഫാക്കൽറ്റി ഉണ്ടായിരിക്കണം, സീനിയർ സ്റ്റുഡൻസ് ഉണ്ടായിരിക്കണം, അലൂമിനി ഉണ്ടായിരിക്കണം. ഞാൻ പറയുന്ന ഒരു ലോക്കൽ പോലീസിനെ കൂടെ വെക്കണം. ലോക്കൽ പോലീസിനെ കൂടെ വെച്ച് ഒരു സ്ട്രോങ് കമ്മിറ്റി ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ നിരീക്ഷണ ക്യാമറകൾ, ഇവരുടെ കോളേജുകളിലെ എല്ലാ ഏരിയകളിലും നിരീക്ഷണ ക്യാമറകൾ വെക്കണം. അതോടൊപ്പം തന്നെ 24 മണിക്കൂറും അവർക്ക് ഫോണിൽ വിളിച്ചാൽ കിട്ടുന്ന ഒരാളുടെ നമ്പറും 24 hours വർക്ക് ചെയ്യുന്ന ഒരു സെല്ല് രൂപീകരിക്കുക വേണം. അതോടൊപ്പം തന്നെ ഒരു അവയർനെസ് ഈ സീനിയേഴ്സിന് കൊടുക്കണം. അതായത് ഈ റാഗിംഗ് എന്ന് പറയുന്നത് ഒരു പാരമ്പര്യമല്ല, ഇതൊരു ക്രിമിനൽ കുറ്റമാണ് എന്ന് തന്നെ അവരെ പറഞ്ഞ് ബോധിപ്പിക്കുക വേണം. അതോടൊപ്പം തന്നെ സ്ട്രിക്റ്റ് ആയിട്ട് ഇവരെ നിരീക്ഷിക്കണം. ക്യാമ്പസുകളിൽ സ്ട്രിക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്ന ഒരു ടീം ഉണ്ടായിരിക്കണം. അതിനൊരു സെക്യൂരിറ്റി വിങ്ങിനെ ഗവൺമെന്റ് നിയമിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആയുസ്, ആരോഗ്യം ഇതെല്ലാം സൂക്ഷിക്കേണ്ട നമ്മുടെ ഗവൺമെന്റ് കോളേജുകളിൽ ഇതുപോലുള്ള ഭീകരമായ മൃഗീയമായ പീഡനങ്ങൾ ഒരു കാരണവശാലും നടക്കാൻ പാടില്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. എന്തുകൊണ്ടും ഓർക്കണം, 3 മാസമായിട്ട് ഇത് സംഭവിച്ചിട്ടും അവരുടെ മാതാപിതാക്കളോട് അല്ലെങ്കിൽ ടീച്ചേഴ്സിനോട്, പ്രിൻസിപ്പലിനോട് ഈ കുഞ്ഞുങ്ങൾ പറയുവാൻ ഇവരെ ഭയപ്പെടുന്നെങ്കിൽ ഇവരെന്തുമാത്രം ഭീകരന്മാരാണ്, ഇവരെന്തോ ഏത് നിലയിലാണ് കുട്ടികളെ ഭയപ്പെടുത്തിയിരിക്കുന്നത്, ഇവരുടെ പുറകിൽ ആരൊക്കെയുണ്ട്, ഈ കോളേജിന് പുറത്ത് എന്തൊക്കെ സപ്പോർട്ടുണ്ട്, ലഹരി മദ്യം ഉപയോഗിക്കുവാൻ ഈ കുഞ്ഞുങ്ങളുടെ കയ്യിൽ നിന്ന് ഇവര് എല്ലാ ആഴ്ചയിലും പണപ്പിരിവ് നടത്തുന്നു. അപ്പോൾ ഇതിന്റെ എല്ലാ സ്രോതസ്സുകളും ഗവൺമെന്റ് അന്വേഷിച്ച്, പോലീസ് അന്വേഷിച്ച് ഇവരെ പുറത്തു കൊണ്ടുവരണം. വെറുതെ വിടരുതേ, കർശന നടപടിയെടുത്ത് അതോടൊപ്പം തന്നെ കേരളത്തിലെ എല്ലാ കോളേജുകളിലും ആന്റി റാഗിംഗ് കമ്മിറ്റി ശക്തമാക്കി ഈ റാഗിങ്ങിനെ ഇല്ലാതാക്കണമെന്നാണ്